ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് എൻ്റെ മാമയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീടെത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇഷാന് മുന്നിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അകത്ത് കയറി ഇതാണ് കേട്ടോ ബർത്ത്ഡേ ബോയ്. അപ്പോൾ അവൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ അടുത്ത് ഇങ്ങനെ വിഷൊക്കെ ചെയ്തതിന് നിന്നു. നമ്മുടെ അടുത്ത് ഹായ് പറയാനൊക്കെ പറയണം കേട്ടോ. ഹായ് ഒക്കെ പറയണ്ട. പിന്നെ ആഷി കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ മേടിക്കാൻ റെഡി ആവുകയായിരുന്നു. എവിടെ എത്തി? ആഷിയുടെ വീട്ടിലെത്തി. ആഷിയുടെ ബർത്ത്ഡേ ആണ്. ആഷിയുടെ പുതിയ ഡ്രസ്സാണോ? ആഷിക്ക് ആര് മേടിച്ചതാ? ആഷിയുടെ പുതിയ ഡ്രസ്സ്. ആഷി മുടിയൊക്കെ വെട്ടിയിട്ട് അങ്ങനെ നല്ല കാടന്മാരുടെ പോലെ ആയിരുന്നു. ഇത് ഞങ്ങളുടെ മാമനാണ്. ആഷിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അവിടെ TV-യിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ വന്നവരോടൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ബലൂൺസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി വെക്കാന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. മാമൻ എൻ്റെ അടുത്താണ് പറഞ്ഞത്. എന്നിട്ട് ഞാനതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര പണിയാണ്. ഒന്ന് വയ്ക്കുമ്പോൾ ഒന്ന് വീഴുക, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാനത് എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ആക്കി. അപ്പോഴേക്കും അമ്മയുടെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മേമ്മയുടെ അടുത്ത് പറഞ്ഞ ഹായൊക്കെ പറയാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പറയാൻ ഭയങ്കര നാണമായി. അങ്ങനെ എല്ലാവരും വന്ന ശേഷം ഞങ്ങൾ ലാസ്റ്റ് കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അവന് ഒറ്റയ്ക്ക് നിന്ന് കേക്ക് കട്ട് ചെയ്യാൻ മടിയായതുകൊണ്ട് തന്നെ ഇഷാനെ വിളിച്ചു. ഇഷാന അവൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അവൾ പോയി. പിന്നെ അമ്മായിയും മാമയും അമ്മമ്മയും ഒക്കെ അവന് വായിൽ കേക്ക് വെച്ച് കൊടുത്തു. അതുകൊണ്ട് ഞാനും പോയിട്ട് വായിൽ കേക്ക് വെച്ച് കൊടുത്തു. അതിനുശേഷം പിന്നെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞാൻ എല്ലാവർക്കും വേഗം കേക്കൊക്കെ ഷെയർ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു. നിങ്ങൾ കുഴപ്പമില്ലല്ലോ. ഡിങ്ങമ്മ ഹായ് പറയ്. ഇതെന്റെ വ്ളോഗാട്ടോ. ഹായ് പറയമ്മ, ഹായ് പറ. ഞാൻ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടിയുടെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടി ഭയങ്കര ഷൈ ആയതുകൊണ്ടൊന്നും എൻ്റെ അടുത്തൊന്നും പറയണ്ടായിരുന്നില്ല. പിന്നെ നോൺ വെജ് ആയിരുന്നു, ഫ്രൈഡ് റൈസും ചിക്കനും. ആഷി നോൺ വെജ് കൂട്ടില്ല, അപ്പോൾ അവൻ ചോറ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മേമോട് എങ്ങനെ ഫുഡ് എവിടുന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. പിന്നെ അമ്മായി അവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ ഞങ്ങൾ പിഷാഡീസിന് ഓർഡർ ചെയ്യാണ് ചെയ്യുക. പിഷാഡീസിൽ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് അതിനെപ്പറ്റി ഇങ്ങനെ പൊക്കി പറയുന്നു. പിന്നെ ഇത് ഗ്രേവി, ആഷിൻ്റെ ഗ്രേവി കാണിച്ചു തരികയാണ്. ചേച്ചി ഇതാ ഗ്രേവി എന്നൊക്കെ പറഞ്ഞു. ഒരു സ്റ്റാഫാണ് അമ്മായി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മായി പിഷാഡീസിലൊക്കെ ഇങ്ങനെ നല്ല ബിസിനസ് അല്ലേ? ആഷി ചേച്ചിനെ വിളിച്ചില്ലല്ലോ ആഷി ഫുഡ് കഴിക്കുമ്പോ. അപർണ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. വരൂ ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാം. എൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഇന്ന് മേമയുടെ കൊച്ചാണ്. ആണായിട്ടും പെണ്ണായിട്ടും ഒരൊറ്റ കൊച്ചുള്ളൂ, അത് ഇവനാണ്. അപ്പോൾ ഞാനിങ്ങനെ അവനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ശേഷം എൻ്റെ ചേച്ചീനെ ഞാൻ വെരി വെരി നോട്ടി സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ ചേച്ചി പിന്നെ എന്നെ പറ്റിയിട്ട് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. എൻ്റെ വ്ളോഗിനൊക്കെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പക്ഷെ അവൾക്ക് മാത്രം നല്ല അഭിപ്രായമായിരുന്നില്ല. പിന്നെ ഓരോ കുട്ടികൾക്ക് ഇതാ ചേച്ചി വ്ളോഗ് എടുക്കാന്നൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ കഴിക്കുമ്പോൾ ആശിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് എന്നെ ഇങ്ങനെ ഓരോന്ന് പറയാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ മിനിമം ഹായ് കൊടുക്കുന്നു. ഇത് ആശിഷിന്റെ വണ്ടി കൊടുക്കി. ഇനി വിനിമാമി ആശി ഭയങ്കര അടിയായിരുന്നു. ആഷിയുടെ വണ്ടി വിനിമാമ ആഷിനൊന്ന് ഉറങ്ങുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടികൂടുന്നുണ്ടായിരുന്നു. ആ ടിപ്പാണിത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാമിയൊക്കെ താഴെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ ഇങ്ങനെ റെഡി ആവുമായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കായിരുന്നു അവരൊക്കെ.
ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ഈ ചേച്ചി. പിന്നെ ദാശിക്ക് മാമയുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ കാർ ഇങ്ങനെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്, ഇങ്ങനെ കറങ്ങും പാട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു. പിന്നെ എൻ്റെ അശ്വരെ കുറച്ച് സ്നേഹപ്രകടനമായിരുന്നു അവിടെ നടക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മേമോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. മേമേനെ ഇങ്ങനെ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞ് ചൊറിയുണ്ടായിരുന്നു. മേമയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ എനിക്ക് കണ്ണനെ ചൊറിയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ണിങ്ങനെ അവൻ്റെ ജോലി കാണിച്ചതാണ്. ഇപ്പം എവിടെ പഠിക്കേ? നീ അന്ന് മറ്റേ ഏതോ കുട്ടിയോട് തള്ളിയില്ലേ? അതെന്താ തള്ളി? എന്തൊക്കെ എന്താ പറഞ്ഞ? അപ്പൊ ആ കുട്ടി ചോദിച്ചില്ലേ നിന്റെ വീട്ടില് എല്ലാ വണ്ടികളും ഇല്ലാത്ത വണ്ടി കൊല്ലുണ്ട്. എന്റെ ശ്രീകാറിൽ എന്റെ കുഞ്ഞു കുഞ്ഞു റിമോട്ട്കാർ ഫുള്ളും BMW ഹമ്മർ അപ്പൊ ആ കുട്ടി TV സ്പീക്കറും. അപ്പൊ ആ കുട്ടി ചോദിച്ചില്ലേ എങ്ങനെ വീട്ടിൽ വരും? അപ്പൊ നീ എന്താ പറഞ്ഞ? അവിടെ മരം വെട്ടിയൊക്കെ എല്ലാരും ബാഗ് വെച്ചെറിഞ്ഞ ഞങ്ങൾക്ക് പോകുക. അതുകൊണ്ട് മരം കെട്ടിക്കണ്ട. ആശ അപ്പൊ ഇത്ര റിച്ചാണോ? അല്ല, തള്ളി ആകെ 15,000 സീറ്റ് ഉള്ളത്. ദാരിദ്ര്യം എന്താ പറഞ്ഞേ? നേരത്തെ എന്താ പറഞ്ഞ? ദാരിദ്ര്യം. അതിന് ഈവനിങ് ആയപ്പോൾ എല്ലാവരും പോവാണ്. അപ്പം ഞങ്ങളൊക്കെ പോകാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ അശ്വയോട് പറയാണ് ഞാൻ പോകാമെന്ന്. അപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. അത് ഞാൻ വീട്ടിലെത്തിയപ്പോൾ കന്യാദാനം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ സീരിയലായിരുന്നു ഭാവന. സത്യം പറഞ്ഞാൽ ഈ സീരിയൽ അഭിനയിക്കുന്നവർ ലാസ്റ്റ് ഈ സീരിയലൊക്കെ അഭിനയിച്ച ശേഷം അവരെന്നെ കാണുമ്പോൾ ക്രിഞ്ച് അടിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് അവരുടെ അഭിനയം. അത് എൻ്റെ ഫേവറേറ്റ് സീരിയൽ കാണുമായിരുന്നു കന്യാദാനം. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.